നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. നിലവിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും ലെവലുകളാണ് നമ്മൾ ദിവസേന പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട തുടക്കം മുതലുള്ള കാര്യങ്ങൾ അഥവാ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം വന്നതുകൊണ്ട്, വ്യക്തിപരമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ചോദിച്ചതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലൊരു കാര്യത്തിന് ഞാൻ മുതിരുകയാണ്. ഏറെ സ്നേഹത്തോടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തുടങ്ങുന്ന ഈ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? എന്താണ് ഷെയർ മാർക്കറ്റ്? തീർച്ചയായും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓഹരികൾ അഥവാ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കാം, അഥവാ ഷെയർ മാർക്കറ്റ് എന്ന് വിളിക്കാം. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ലീഗലാണ്, നിയമവിധേയമാണ്. ഇന്ത്യയിൽ ഈ മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ്. അത് ചുരുക്കത്തിൽ സെബി എന്ന പേരിലാണ് അറിയപ്പെടുക. ധാരാളം അധികാര പരിധികളുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ബോഡിയാണ് സെബി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം ആർക്കും കടന്നു വരാം എന്നുള്ളത് ഗവൺമെൻറ് നൽകുന്ന ഉറപ്പാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം കടന്നു വരുന്ന എല്ലാവർക്കും ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നോ നഷ്ടമുണ്ടാകില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് ലീഗലാണ്, റെഗുലേറ്റഡ് ആണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മറ്റു ലോകരാജ്യങ്ങളിൽ എന്നതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന ഒന്നാണ്. കാരണം ഇന്ത്യൻ ഇക്കോണമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഷെയർ മാർക്കറ്റിനെ ബാധിക്കും. ഇന്ത്യൻ ഇക്കോണമിയിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതും ഓഹരി വിപണിയെ സ്വാധീനിക്കും. കാരണം ഓഹരി വിപണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരിടമാണ്. വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ടോപ്പായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ പേരൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. ആ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ്. ഒരുപക്ഷെ റിലയൻസോ, ഇൻഫോസിസോ, സിപ്ലയോ, റെഡ്ഡിയോ, ഈ കമ്പനികളൊക്കെ നമ്മൾ പേര് കേട്ടിട്ടുള്ളതാണ്. ബർജർ പെയിൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC എന്ന് തുടങ്ങി നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുപരിചയമുള്ള മിക്കവാറും എല്ലാ നമ്പർ 1 കമ്പനികളും, എല്ലാ ഫേമസ് ആയിട്ടുള്ള കമ്പനികളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിപണനം ചെയ്യപ്പെടുന്നവയാണ്, അഥവാ അതിൻ്റെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നവയാണ്. വളരെ കൃത്യമാണ്. വളരെയധികം സാധ്യതകളുള്ള ഒരിടത്തിൻ്റെ പേരാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഒന്നും അറിയാത്ത ഒരാൾക്ക് കൂടി ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ്. തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിലും നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി ഇത് തന്നെയായിരിക്കും. വളരെ ലളിതമായി വളരെ റൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ സംസാരിക്കും എന്ന് വെച്ച് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്ന രീതി ഈ സീരീസിൽ ഉണ്ടാവില്ല. ട്രേഡ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണും. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരേണ്ട 2 വാക്കുകളാണ് NSE, മറ്റൊന്ന് BSE. NSE എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെയിലാണ് അഥവാ മുംബൈയിലാണ്. മറ്റൊന്ന് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, തീർച്ചയായും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുംബൈയിൽ തന്നെയാണ്. ഈ 2 എക്സ്ചേഞ്ചുകളിലൂടെയാണ് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നത്. നമുക്ക് ഈ എക്സ്ചേഞ്ചുകളിൽ നിന്ന് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓഹരികൾ വാങ്ങുകയും പിന്നീട് ലാഭമുണ്ടാക്കി വിൽക്കുകയും ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഷെയറുകളിൽ നിന്ന് നല്ല ഷെയറുകൾ കണ്ടെത്തി അത് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് ലാഭമുണ്ടാക്കാനും, നല്ല ഷെയറുകൾ കാലത്ത് വാങ്ങി അന്ന് വൈകുന്നേരം തന്നെ വിറ്റ് ലാഭം ഉണ്ടാക്കാനും, വാങ്ങി
1 2 ആഴ്ചയോ മാസമോ സൂക്ഷിച്ച് പിന്നീട് വിറ്റ് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സാധാരണക്കാരന് ഒരുക്കുന്നു. സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ലീഗലാണ്. മറ്റൊന്ന്, ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടൈമിംഗ് ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിൽ 9 മണി മുതൽ 3:30 വരെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ടൈമിംഗ്. 3:30 ശേഷം മാർക്കറ്റില്ല. 9 മണിക്ക് ശേഷം മാത്രമാണ് മാർക്കറ്റ് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശനിയും ഞായറും അവധിയാണ്. ഫ്ലെക്സിബിൾ ടൈമിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, ആർക്ക് വേണമെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓഹരി വിപണിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അവനവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അട്രാക്റ്റീവായ ഒരു എലമെൻ്റാക്കി മാറ്റുന്നത്. നമുക്കറിയാം, പല കാരണങ്ങളാൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടാവും. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് ജോലിക്ക് പോകാൻ പലവിധ കാരണങ്ങളാൽ സാധിക്കാതെ വീട്ടിലുള്ളവരുണ്ടാവും. അവർക്ക് തങ്ങളുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ കൂടെ, ഇപ്പോൾ വീട്ടിലെ ഒരുപക്ഷെ പ്രായമായ മാതാപിതാക്കളോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുക കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒറ്റയടിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല. ആശയം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു വീട്ടമ്മയോ വിദ്യാർത്ഥിയോ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നൊരു വ്യക്തിയോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസ് അവസരത്തിൻ്റെ പേരാണ് ഷെയർ ട്രേഡിംഗ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും മാത്രം ഞാനൊന്ന് പ്രത്യേകമായിട്ട് ഊന്നിക്കൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരൊറ്റ പോയിന്റ് കൂടി നമുക്കിന്ന് കാണാം. എന്താണ് ഷെയർ? ഒരു കമ്പനിയുടെ മൂലധനത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുന്നതിനെ ഷെയർ എന്ന് പറയാം എന്ന് ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ സൂചിപ്പിക്കാം. എപ്പോഴാണ് കമ്പനികൾ തങ്ങളുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അഥവാ വിൽക്കാനായി വെക്കേണ്ടി വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ക്യാപിറ്റലിൻ്റെ, പണത്തിൻ്റെ ആവശ്യം വരും. നിലവിലുള്ള പാർട്ട്നേഴ്സൊക്കെ പലപ്പോഴും ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയും ആ കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കണമെങ്കിൽ, പുതിയ ബിൽഡിങ്ങുകൾ അക്വയർ ചെയ്യണമെങ്കിൽ ഒക്കെ അവർക്ക് എന്ത് വേണ്ടി വന്നേക്കാം? കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായി വന്നേക്കാം. ആ സമയത്ത് എല്ലായ്പ്പോഴും പാർട്ട്ണർമാരിൽ നിന്ന് തന്നെ ഷെയർ ഇട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് അവർക്ക് ചെയ്യാവുന്നത് എന്താണ്? എക്സ്പാൻഷന് വേണ്ടി ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. എന്താണ് ലോൺ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്? ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് പ്രശ്നമല്ല. സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാനും ക്യാപിറ്റൽ അടയ്ക്കാനും അഥവാ നമ്മളെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനികൾ ആലോചിക്കും, ഞാൻ വലിയ തോതിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി വലിയ തോതിൽ ഒരു എക്സ്പാൻഷൻ നടത്തുന്ന സമയത്ത് ഉദ്ദേശിച്ചതുപോലെ റിട്ടേൺ വരാൻ പറ്റിയില്ലെങ്കിൽ, റിട്ടേൺ വരുന്നതിൽ കാലതാമസം നേരിട്ടാൽ ബാങ്കിൽ അടയ്ക്കേണ്ട തുക കൃത്യമായിട്ട് അടച്ചേ പറ്റൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കേണ്ടതില്ല എന്ന് ഒരു കമ്പനി തീരുമാനിക്കുന്നു. പകരം കമ്പനിയുടെ മുൻപിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണുള്ളത്? അതാണ് കമ്പനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ കമ്പനികൾക്കും പൊതുജനങ്ങളിൽ നിന്ന് അങ്ങനെ പണം ശേഖരിക്കാനായിട്ട് സാധ്യമല്ല. അതിന് അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. ആദ്യം ആ സെബിയിൽ ഒരു അപേക്ഷ കൊടുക്കണം കമ്പനി. സെബി ആ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ പ്ലാനെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കും. പഠിച്ചതിന് ശേഷം കൺവിൻസിങ് ആണെങ്കിൽ, സെബിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം സെബി പബ്ലിക്കിൽ നിന്ന് പണം കളക്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ആ കമ്പനിക്ക് കൊടുക്കും. അങ്ങനെയാണ് ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ ഓരോ ഭാഗങ്ങൾ മാർക്കറ്റിലേക്ക്, പബ്ലിക്കിലേക്ക് വിൽക്കാനായിട്ട് വെക്കുന്നത്.
അങ്ങനെ ആദ്യമായിട്ടൊരു കമ്പനി തങ്ങളുടെ കയ്യിലുള്ള ഷെയർ പബ്ലിക്കിലേക്ക് വിൽക്കുന്ന പ്രോസസ്സിന്, ആ മാർക്കറ്റിന് വിളിക്കുന്ന പേര് പ്രൈമറി മാർക്കറ്റ് എന്നാണ്. പ്രൈമറി മാർക്കറ്റ്. അതിൽ തന്നെ മറ്റൊരു വാക്ക് കൂടി നമ്മൾ പഠിക്കണം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഒരു കമ്പനി തങ്ങളുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഷെയർ പബ്ലിക്കിലേക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്നും, അങ്ങനെ കൊടുക്കുന്ന പ്രോസസ്സിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO എന്നും പറയാം. പിന്നീട് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷെയറുകൾ നമുക്ക് NSEയിലോ BSEയിലോ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രൂപത്തിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്, ഒരു കമ്പനി പബ്ലിക്കിൽ നിന്ന് ആദ്യമായിട്ട് പണം കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രൈമറി മാർക്കറ്റിലെ പ്രോസസ്സ് എന്ന് പറയും, ആ പ്രോസസ്സിനെ IPO എന്ന് പറയും. അതിനുശേഷം ആ കമ്പനിയുടെ ഷെയർ വാങ്ങാനും വിൽക്കാനും പബ്ലിക്കിന് പറ്റുന്ന രൂപത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ലിസ്റ്റിംഗ് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ IPO ഇറക്കാനും ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യാനും അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. അതിന് സെബിയുടെ കൃത്യമായ മോണിറ്ററിംഗ് മെക്കാനിസത്തിലൂടെ കടന്നുപോയേ മതിയാകൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ മാത്രമേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം. അങ്ങനെയുള്ള ഏതൊക്കെ കമ്പനികളുണ്ട്? ഞാൻ പറഞ്ഞു, കുറേ കമ്പനികളുടെ പേരുകൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ മിക്കവാറും എല്ലാ കമ്പനികളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്കോ നിങ്ങൾക്കോ വേണമെങ്കിൽ ഷെയറുകൾ വാങ്ങാം, സൂക്ഷിച്ചു വെക്കാം, തലമുറകൾക്ക് കൈമാറാം, അല്ലെങ്കിൽ വാങ്ങാം അന്ന് തന്നെ വിൽക്കാം, അല്ലെങ്കിൽ വാങ്ങി കുറച്ച് നാൾ ഹോൾഡ് ചെയ്ത് ലാഭമുണ്ടാക്കി വിൽക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റിലയൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അത്രയും മഹത്തായ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ. മഹത്വം ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു സ്ഥാപനം എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ ഷെയർ വേണമെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കയ്യിൽ പണമുണ്ടെങ്കിൽ NSEയിൽ നിന്നോ BSEയിൽ നിന്നോ നമുക്ക് റിലയൻസിൻ്റെ ഷെയർ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഒരു പക്ഷേ സമയാസമയങ്ങളിൽ കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ, വീതിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ലാഭം സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ ഒരാൾ എന്തിനു വേണ്ടിയാണ് ഷെയർ വാങ്ങുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ വാങ്ങിയ ഷെയറിന് തത്തുല്യമായ ഒരു അപ്രീസിയേഷൻ എനിക്ക്, തത്തുല്യം എന്ന വാക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അതിന് ആനുപാതികമായ ഒരു വളർച്ച കമ്പനിക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ലാഭവിഹിതമായി എനിക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. കിട്ടിയേക്കാം, കൊടുക്കണം നിയമമൊന്നുമില്ല. 2, ഞാനൊരു പക്ഷേ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ ആണെങ്കിൽ നാളെ കമ്പനി ബിസിനസ് ചെയ്ത് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ വില 150 200 ആയേക്കും. കാരണം ഡിമാൻഡ് കൂടിയേക്കും. അപ്പോൾ ഒരാൾ ഷെയർ വാങ്ങുന്നതിന് 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. പല കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട റെലവൻ്റായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കൂ. ഒന്ന്, അദ്ദേഹം മുടക്കിയ മുതൽ മുടക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്രീസിയേഷൻ നടക്കാൻ വേണ്ടിയാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, സമയാസമയങ്ങളിൽ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ഡിവിഡൻഡ് ലഭിക്കാൻ വേണ്ടിയാണ് ഒരാൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണങ്ങളിലേക്കും കൂടുതൽ ഡെപ്തിലേക്കും ഒന്നും പോകുന്നില്ല. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കൃത്യമായി കമൻ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.